എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും HSA മലയാളത്തിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 2 ഭാഷാ അപഗ്രഥന രീതികളാണ്. നമുക്കറിയാം ഒരുപാട് ഭാഷാ അപഗ്രഥന രീതികളുണ്ട്. ഏകകാലികം, ബഹുകാലികം, വ്യതിരേകാത്മകം, താരതമ്യാത്മകം. അതിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഏകകാലിക ഭാഷാശാസ്ത്രവും ബഹുകാലിക ഭാഷാശാസ്ത്രവും എന്താണ്, അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതാണ്. ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഏകകാലികം എന്ന പദം കേൾക്കുമ്പോൾ തന്നെ ഏകകാലികം ഒരു കാലബിന്ദു, ഒരു കുഞ്ഞു കാലയളവ് എന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ ബഹുകാലികം എന്ന് കേൾക്കുമ്പോൾ ബഹു വലിയ നീണ്ട ഒരു കാലയളവെന്നും മനസ്സിലേക്ക് കൊണ്ടുവരിക. അതാദ്യം മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഏകകാലികം, ഏകം ഒറ്റ, ഒന്ന്, ചെറിയ, എങ്ങനെയെങ്കിലും ഓർത്ത് വെക്കുക. ബഹുകാലികം വലിയ നീണ്ട. ഇത് മനസ്സിലുണ്ടെങ്കിൽ ഇത് പഠിച്ചെടുക്കാൻ ഒരു പ്രയാസവുമില്ല. ഏകകാലിക ഭാഷാശാസ്ത്രം എന്നാൽ എന്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു പ്രത്യേക കാലബിന്ദുവിൽ നിലവിലിരുന്ന ഭാഷയുടെ അപഗ്രഥനം. എന്താണ്? ഒരു പ്രത്യേക കാലബിന്ദുവിൽ നിലവിലിരുന്ന ഭാഷയുടെ അപഗ്രഥനമാണ് ഏകകാലിക ഭാഷാശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. നമ്മുടെ കൃഷ്ണഗാഥയില്ലേ, ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതിയ കാലത്തെ കേരള ഭാഷ നമ്മൾ പരിശോധിക്കുകയാണ്, അപഗ്രഥിക്കുകയാണ്, പഠനവിധേയമാക്കുകയാണ് എങ്കിൽ ആ ഒരു പഠനം ഏത് ഭാഷാശാസ്ത്ര അപഗ്രഥന രീതിയിലാണ് വരിക? ഏകകാലിക ഭാഷാശാസ്ത്രത്തിൽ. കാരണം കൃഷ്ണഗാഥ എഴുതാനെടുത്തത് ഒരു കാലബിന്ദുവാണ്. ഒരിക്കലും നൂറ്റാണ്ടുകളോളം ഒരു കൃതി രചിക്കാനൊന്നും എടുത്തിട്ടുണ്ടാവില്ലല്ലോ. മാസങ്ങളോ വർഷങ്ങളോ ഒക്കെയായിരിക്കും എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതൊരു പ്രത്യേക കാലബിന്ദു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃഷ്ണഗാഥ എഴുതപ്പെട്ട കാലത്തെ കേരള ഭാഷയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് ഏകകാലിക ഭാഷാശാസ്ത്രത്തിൻ്റെ പരിധിയിലാണ് വരുന്നത്. മനസ്സിലായോ? കൃഷ്ണഗാഥയ്ക്ക് പകരം രാമചരിതം, നമ്മുടെ രാമചരിതം രചിക്കപ്പെട്ട കാലത്തെ, രാമചരിതത്തിൻ്റെ കാലത്തെ കേരള ഭാഷയെ നമ്മൾ പഠന വിധേയമാക്കുകയാണെങ്കിൽ, അപഗ്രഥന വിധേയമാക്കുകയാണെങ്കിൽ ആ ഒരു പഠനം വരുന്നത് ഏകകാലിക ഭാഷാശാസ്ത്രത്തിൻ്റെ കീഴിലാണ്. ഏകകാലിക ഭാഷാശാസ്ത്രം മനസ്സിലായല്ലോ. ഒരു പ്രത്യേക കാലബിന്ദു എന്ന് പറയുമ്പോൾ ചില കൃതികളൊക്കെ എഴുതപ്പെട്ട കാലയളവ്, ഒരു ചെറിയ കാലയളവ്, അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്തായിട്ട് ബഹുകാലിക ഭാഷാശാസ്ത്രം എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞു, ബഹുകാലിക ഭാഷാശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ ബഹു എന്ന് പറഞ്ഞാൽ വലിയ, നീണ്ട എന്നൊക്കെയല്ലേ നമ്മൾ പറയാറുള്ളത്. ബഹുകാലികം എന്ന് കേൾക്കുമ്പോൾ വലിയൊരു കാലം, നീണ്ട ഒരു കാലയളവാണ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ എന്തായിരിക്കും ബഹുകാലിക ഭാഷാശാസ്ത്രം? ഒരു നീണ്ട കാലയളവിൽ ഭാഷയ്ക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളുടെ അപഗ്രഥനമാണ് ബഹുകാലിക ഭാഷാശാസ്ത്രം. എന്താണ്? ഒരു നീണ്ട കാലയളവിൽ ഭാഷയ്ക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളുടെ അപഗ്രഥനമാണ് ബഹുകാലിക ഭാഷാശാസ്ത്രം. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. നമ്മൾ നമ്മുടെ ഭാഷയായ മലയാള ഭാഷയുടെ ചരിത്രം പഠിക്കുകയാണെന്ന് വെച്ചോ. മലയാള ഭാഷയുടെ ചരിത്രം ഒരു വർഷം കൊണ്ട് സംഭവിച്ചതാണോ? അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൊണ്ട് സംഭവിച്ചതാണോ? അല്ലല്ലോ. അതൊരു വലിയ കാലയളവിൽ സംഭവിച്ചൊരു കാര്യമാണ് ഭാഷയുടെ ചരിത്രം. ഏതൊരു ഭാഷയുടെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് ഓരോ ഭാഷയ്ക്കുമുള്ളത്. അപ്പോൾ മലയാള ഭാഷയുടെ ചരിത്രം ഒരു കാലബിന്ദുവിലോ അല്ലെങ്കിൽ ഒരു ചെറിയ കാലയളവിലോ ഒന്നും സംഭവിച്ചതല്ല. അത് ഒരു നീണ്ട കാലയളവിൽ സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ മലയാള ഭാഷയുടെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ പഠനം ഏത് ഭാഷാശാസ്ത്ര അപഗ്രഥന രീതിയുടെ കീഴിലാണ് വരിക? ബഹുകാലിക ഭാഷാശാസ്ത്രത്തിൻ്റെ കീഴിലാണ് വരിക. നമ്മളിപ്പോൾ തമിഴ് ഭാഷയുടെ ചരിത്രം പഠിക്കുകയാണെന്ന് വെച്ചോ.
അപ്പോൾ അത് ഏത് അപഗ്രഥന രീതിക്ക് കീഴിലാണ് വരിക? ബഹുകാലിക ഭാഷാശാസ്ത്രത്തിൻ്റെ കീഴിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത് രണ്ടും വളരെ എളുപ്പമാണ്. ഒന്നുകൂടി നമുക്ക് ചുരുക്കി പറയാം. ഏകകാലിക ഭാഷാശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലബിന്ദുവിൽ നിലവിലിരുന്ന ഭാഷയുടെ അപഗ്രഥനമാണ്. അതിന് നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞത് രാമചരിതത്തിൻ്റെ കാലത്തെ ഭാഷയെക്കുറിച്ച് പഠിക്കുന്നത്, കൃഷ്ണഗാഥ എഴുതപ്പെട്ട കാലത്തെ ആ ഒരു സമയത്തെ കേരള ഭാഷയെ പഠനവിധേയമാക്കുന്നത്. ഇതൊക്കെ ഏകകാലിക പഠനങ്ങളാണ്. ഒരു ചെറിയ കാലബിന്ദുവെ, ഒരു പ്രത്യേക കാലബിന്ദുവിലെ ഭാഷയുടെ പ്രത്യേകതകളാണ് നമ്മൾ അവിടെ പഠനവിധേയമാക്കുന്നത്. ഇനി ബഹുകാലിക പഠനത്തിലേക്ക് വരുമ്പോൾ വലിയ കാലയളവ്, നീണ്ട കാലയളവ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. നീണ്ട കാലയളവിൽ ഭാഷയ്ക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളുടെ അപഗ്രഥനമാണ് ബഹുകാലിക ഭാഷാശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്നത്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് മലയാള ഭാഷയുടെ ചരിത്രം പഠിക്കുന്നത് ഉദാഹരണമായിട്ട് പറയാം. ഏതൊരു ഭാഷയുടെ ചരിത്രം പഠിക്കുന്നതും ബഹുകാലിക പഠനത്തിൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഏകകാലിക ഭാഷാശാസ്ത്രവും ബഹുകാലിക ഭാഷാശാസ്ത്രവും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റു ഭാഷാപഗ്രഥന രീതികൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം. എല്ലാവരും HSM മലയാളത്തിനായി നന്നായി തയ്യാറെടുക്കുക. താങ്ക് യു.